അങ്ങനെ ഉണ്ടായിരുന്ന ഈ വർഷത്തെ ഒരു വിഷു അങ്ങ് കടന്നുപോയി. എല്ലാരും വിഷു ഒക്കെ ആഘോഷിച്ചു. കൈനീട്ടമൊക്കെ കിട്ടിയോ? എത്ര രൂപ കിട്ടി കാണും? നിങ്ങൾ ആർക്കെങ്കിലും കൈനീട്ടം കൊടുത്തോ? എനിക്കും കൈനീട്ടം കുറെ കിട്ടിയെങ്കിലും പക്ഷെ ഞാൻ ആർക്കും കൊടുത്തില്ല. അല്ലെ തന്നെ ഈ ജോലിയും കൂലിയില്ലാത്ത ഞാൻ ആർക്കും കൊടുക്കാനാ? അത് ശരിക്കും എനിക്കല്ലേ തരട്ടെ? അതല്ലേ ഒരു നാട്ടു നടപ്പ്, മര്യാദ. പക്ഷെ പണ്ടത്തെ പോലെ സ്ഥിരമായിട്ട് കിട്ടാറുള്ളിടത്തൊന്നും എനിക്ക് ഇത്തവണ കിട്ടിയില്ല. ഇത്തവണ എനിക്ക് കുറച്ചിടത്തുനിന്ന് മാത്രമേ കിട്ടിയുള്ളൂ. അതില് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എനിക്ക് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന എന്റെ അപ്പന്റെ കയ്യിൽ നിന്ന്. പക്ഷെ ഈ തവണ എനിക്ക് അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല. അതിലെനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനി അപ്പൻ എവിടെയെങ്കിലും പോയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയോന്ന്. ഒന്നും പറ്റിയിട്ടില്ല, വീട്ടിലുണ്ട്. പക്ഷെ ഞാൻ വീട്ടിലല്ല. അതുകൊണ്ട് എനിക്ക് കൈനീട്ടം കിട്ടിയില്ല അപ്പന്റെ കയ്യിൽ നിന്ന്. എന്റെ ഗ്രാൻഡ് പേരൻസ് ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട്. അവർക്കൊരു സഹായത്തിന് ഞാൻ അവിടെ വന്ന് നിൽക്കും. അല്ലാതെ എനിക്ക് സമാധാനക്കുറവ് വീട്ടിലുണ്ടായിട്ടല്ല കേട്ടോ. പക്ഷെ എന്തൊക്കെയാണേലും ഈ വിഷുവിന് കൈനീട്ടം തരാനായിട്ട് എന്റെ അപ്പം വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അപ്പം വിളിച്ചില്ല. അല്ലെങ്കിൽ വിഷമമൊന്നുമില്ല, എന്നാലും ഓർക്കുമ്പോ ഒരിത്. അതെന്തെങ്കിലും ആട്ടെ, അത് പറയാനല്ല ഞാൻ ഇവിടെ വന്നത്. ഇന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ കുറച്ച് കൈനീട്ടം എനിക്ക് കിട്ടി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാ. സത്യത്തിൽ അങ്ങനെ എനിക്ക് പ്രതീക്ഷിക്കാതെ കൈനീട്ടം കൊണ്ടുവന്നു തന്ന അവരെ കുറിച്ചല്ലേ ഞാൻ പറയണ്ടേ, അല്ലാതെ ഞാൻ പ്രതീക്ഷിച്ചത് തരാത്തവരെ കുറിച്ചല്ലല്ലോ. എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ വിഷു ആഘോഷിക്കുന്ന എന്റെ അടുത്ത വീട്ടിലെ അയൽപക്കത്തെ വീട്ടിലെ അച്ഛന്റെ അമ്മയുടെ കൂടെയാണ്. ഞാനല്ല, എന്റെ ഫാമിലി എല്ലാം. നമ്മൾ പണ്ട് തൊട്ടേ ക്രിസ്മസ് ഈസ്റ്ററൊക്കെ എന്റെ വീട്ടിൽ ആഘോഷിക്കുകയാണെങ്കിൽ വിഷു ഓണമൊക്കെ അവരുടെ വീട്ടിലായിരിക്കും. അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അതായത് എനിക്ക് എന്റെ ഗ്രാൻഡ് പേരൻസിന് തുല്യമാണ് അവര്. പക്ഷെ ഇത്തവണ എന്നെ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ വിഷുവിന് വരൂലേ, നീ വിഷുവിന് കാണൂലേ, നീ എല്ലാ പോലെ ഉള്ളതാണല്ലോ, നീ വരത്തില്ലേ, വരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ എന്റെ ചില വാശികളും വീട്ടുകാരുള്ള ചെറിയ സൗന്ദര്യപ്പിണക്കമൊക്കെ ആയിട്ട് ഞാൻ പോയില്ല വീട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ വിഷു ആഘോഷിക്കാനും ഞാൻ പോയില്ല. ഞാൻ പോയില്ലെങ്കിലും അപ്പനും അമ്മയും പോയി അവിടെ വിഷു ആഘോഷിച്ചു. അതിന്റെ അപ്ഡേറ്റ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ഫോട്ടോസ് ആയിട്ട് അമ്മ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് എന്തോ ഇതുവരെ തോന്നാത്തൊരു വിഷമം തോന്നി. എന്തുകൊണ്ട് എനിക്ക് വാശിയൊക്കെ കളഞ്ഞു പോകായിരുന്നു തോന്നി, അവരുടെ കൂടെ ആയിരിക്കായിരുന്നു തോന്നി. പക്ഷെ പോയ ബുദ്ധി ആന പിടിച്ച തിരിച്ചു വരില്ലല്ലോ. കുറച്ചൊക്കെ എനിക്ക് സങ്കടം തോന്നിയാലും എന്റെ ഭാഗത്തും തെറ്റുള്ളതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് കുറച്ചൊക്കെ ക്ഷമിക്കായിരുന്നു. അവര് വിളിച്ചപ്പോ അങ്ങ് പോയാൽ മതിയായിരുന്നു. അതെന്തേലും ആട്ടെ. വൈകിട്ട് ഒരു 6:30-7 മണിയായപ്പോ വീടിന്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി വന്ന് നിർത്തുന്നുണ്ട്. സാധാരണ പോലെ ആരാന്നറിയാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോ എന്റെ അയൽവക്കത്തെ വീട്ടിലെ അച്ഛനും അമ്മയും ഒരു വണ്ടി വന്ന് ഇറങ്ങും. എനിക്കറിയില്ല ഞാൻ എത്രമാത്രം ഹാപ്പി ആയിരുന്നു. അവര് വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു, എന്റെ കയ്യിൽ മടക്കിയ ഒരു കുറച്ച് പൈസ തന്നു. എന്നിട്ട് പറഞ്ഞത് കൈനീട്ട് വന്നു. പൈസയുടെ മൂല്യത്തിലോ വാല്യൂലോ ഒന്നുമല്ല, അവര് തരാൻ കാണിച്ച മനസ്സില്. ആ അമ്മയുടെ കണ്ണ് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ വിഷു ആഘോഷിക്കാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നീ വിളിച്ചിട്ട് വന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ നിന്നെ വിടാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നിന്നെ കാണാൻ വന്നതാന്ന് പറഞ്ഞ് ആ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു. എന്റെ 2 കവിളിലും ഉമ്മ തന്നു. എനിക്കും എന്റെ മനസ്സിലെന്തോ വിങ്ങുന്ന പോലെ തോന്നി. ആ അമ്മയുടെ കണ്ണ് നിറയുന്നൊപ്പം എന്റെ കണ്ണ് നിറഞ്ഞു. എനിക്ക് കൈനീട്ടം മാത്രമല്ല, ഈ പായസം ഒക്കെ ആയിട്ട് അവര് വന്നേ. അവര് പായസം കൊണ്ട് വന്ന് അത് എനിക്ക് തന്ന് ഞാൻ കഴിച്ചപ്പോ അവരുടെ സന്തോഷം ഞാൻ കണ്ടു. കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് അവര് പോയി. ശരിക്കും അവര് പോയപ്പോ തൊട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയതാണ്, ശരിക്കും രക്തബന്ധത്തെക്കാൾ വലിയതല്ലേ ആത്മബന്ധം എന്ന് പറയുന്നത്. അവരെന്നെ അതുപോലെ അവരുടെ ഹൃദയത്തോടെ എന്നെ ചേർത്ത് വെച്ചോണ്ടല്ലേ അവർക്ക് എന്നെ കാണണമെന്ന് തോന്നിയതും ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഓടി വന്നതൊക്കെ. എനിക്ക് അവര് പോയപ്പോ തുടങ്ങി ഒരു സങ്കടം എന്നെ അലട്ടാൻ തുടങ്ങി. സങ്കടമല്ല, ശരിക്കും അതൊരു സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും കാലത്ത് എന്റെ ജീവിതത്തില് എന്നെ ആർക്കും മിസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. എന്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ എന്റെ ഫ്രണ്ട്സിനോ ആർക്കും എന്നെ മിസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഞാൻ ഇല്ലാത്തൊരു വിടവായിട്ടൊന്നും അവർക്ക് തോന്നിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ വീട്ടുകാർക്ക് പോലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയത്. കാരണം അവർക്ക് എല്ലാ ആഘോഷങ്ങളും നോർമലായിട്ട് പോകുന്ന പോലെ അങ്ങ് പോയി. ഞാനില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഇന്ന് ആ അച്ഛനെയും അമ്മയും അവരെന്റെ അടുത്ത് വന്നപ്പോ, എനിക്ക് കൈനീട്ടം തന്നപ്പോ, കെട്ടിപ്പിടിച്ചപ്പോ, അവരെന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് ഞാൻ ആകെ തളർന്നുപോയി എന്ന് വേണം എനിക്ക് പറയാൻ. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. സന്തോഷമാണോ സങ്കടമാണോ എനിക്കറിയില്ല, എന്തൊക്കെയോ ഇമോഷൻസിന്റെ മൈൻഡിൽ കൂടെ പോവുകയായിരുന്നു. കാരണം
അവർക്കെങ്കിലും ഞാൻ ഇല്ലാത്തത് ശരിക്കും ഒരു വേടവായിട്ട് തോന്നിയല്ലോ എന്ന് ഓർത്തിട്ട്, അവർക്കെന്നെ മിസ് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട്, അവരെന്നെ ഓർത്തല്ലോ എന്ന് ഓർത്തിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ രക്തബന്ധത്തെക്കാളിലും വലുതായി ആത്മബന്ധം എന്ന് പറയുന്നത്. അവർക്ക് എന്നത്തെ പോലെ ഇന്നും പോവുമായിരുന്നു, വിഷു അവരാഘോഷിക്കുമായിരുന്നു. പക്ഷെ അവരതിൽ എന്നെ കൂടെ ഉൾപ്പെടുത്താൻ നോക്കി. എല്ലാ തവണയും തരുന്ന കൈനീട്ട് അവർ എനിക്ക് കൊണ്ടു തന്നു, പായസം എനിക്ക് കൊണ്ടു തന്നു. മറ്റുള്ളവരെ പോലെ എന്നെ വിട്ടുകളയാൻ നോക്കിയില്ല. മറിച്ച് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ പാർട്ടാണ് ഞാനെന്ന് അവരെനിക്ക് മനസ്സിലാക്കി തന്നു. എനിക്ക് എന്റെ ഈ വിഷയിലെ വിഷമവും സന്തോഷവും ഒക്കെ നിങ്ങളോടും പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തത്. എന്നെ പോലെ ആരുമില്ല, എനിക്ക് ആരുമില്ല, ആരും എന്നെ മിസ് ചെയ്യുന്നില്ലെന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്നെ പോലെ നിങ്ങൾക്കും കാണും നിങ്ങൾ ഇതുവരെ തിരിച്ചറിയാത്ത ഇതുപോലുള്ള ആത്മബന്ധങ്ങള്. വേറെ ആർക്ക് നിങ്ങളെ വേണ്ടെങ്കിലും, വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കെങ്കിലും ആട്ടെ, പക്ഷെ അവർക്ക് നിങ്ങളെ വേണം. എന്നെ ഈ അച്ഛനും അമ്മയും തേടി വന്ന പോലെ നിങ്ങളെ അവരും തേടിയെത്തും. അത് എത്രയൊക്കെ ദൂരത്തിലാണെങ്കിലും. ഒരു കോളായിട്ടോ നേരിട്ടോ മെസ്സേജായിട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ. അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കാതെ നിങ്ങളും അവരെ തേടി പിടിക്കുന്നേ, അവരുടെ അടുത്ത് ചെല്ലുന്നേ. ഞാൻ ഈ വിചാരിച്ച പോലെ അവരും വിചാരിക്കുന്നുണ്ടെങ്കിലോ. അപ്പോ എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. ബിലേറ്റഡ് ഹാപ്പി വിഷു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.